പ്രൈസ് ലോർഡ്. നമ്മളൊരു മുന്തിരി തോട്ടത്തിൻ്റെ അരികിലാണ് നിൽക്കുന്നത്. ആ മുന്തിരി നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈസ് ലോർഡ്. വിളയാറായ മുന്തിരികളാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. ഈ കൊമ്പുകൾ വിടർന്നു നിൽക്കുന്ന, പന്തലിച്ച് നിൽക്കുന്ന കൊമ്പുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കൊമ്പുകൾ വെട്ടിക്കളയുമ്പോൾ പിന്നെയും അത് കിളിർത്തു വരികയാണ്. അതിൻ്റെ താഴ്ഭാഗം ശ്രദ്ധിച്ച്, വെട്ടിക്കളഞ്ഞ കൊമ്പുകൾ പിന്നെയും മുകളിലോട്ട് കിളിർത്ത് അതിൽ ഫലം കായ്ക്കുകയാണ്. അപ്പം നല്ല ഫലം കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും വെട്ടിക്കളയുന്നു. ഫലം കായ്ക്കുന്നത് നിലനിർത്തുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാമും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ നല്ല ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ലഭിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ മുന്തിരികളിൽ നിന്നാണ് ഇവിടെ വൈൻ ഉണ്ടാക്കുന്നത്. പ്രൈസ് ലോർഡ്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഈ മുന്തിരി അല്ലാതെ ഏറ്റവും നല്ല വൈന് വെറും പച്ചവെള്ളത്തിൽ നിന്ന് കർത്താവ് വീഞ്ഞാക്കി മാറ്റി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ കർത്താവിന് ഒരു കാര്യം ചെയ്യാൻ യാതൊരു മുഖാന്തരം ആവശ്യമില്ല. ശൂന്യതയിലും സകലത്തെയും ഉളവാക്കുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്ന്. അപ്പോൾ ഈ മുന്തിരിയുടെ വിത്തുകളോ മുന്തിരി തോട്ടമോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. വെറും പച്ചവെള്ളം മാത്രം. അപ്പം പച്ചവെള്ളമാകുന്ന പച്ചവെള്ളത്തെ ഒരു വാക്കുകൊണ്ട് വീഞ്ഞാക്കി മാറ്റി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നാമും ചിലപ്പോൾ ഒരു വിലയില്ലാത്തവരായിരിക്കാം, ഒരു ഗുണവും ഇല്ലാത്തവരായിരിക്കാം, ചിലപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ കാണത്തില്ല, പദവി കാണത്തില്ല, കുടുംബം മഹിമ കാണത്തില്ല, സമ്പത്ത് കാണത്തില്ല, ചിലപ്പോൾ ഒന്നും കാണത്തില്ല. എന്നാൽ കർത്താവിന് തന്നെ ഏറ്റവും നല്ലൊരു വീഞ്ഞാക്കി അനേകർക്ക് രുചി കൊടുക്കുവാൻ, അനേകരെ രസിപ്പിക്കുവാൻ, അനേകരെ ബലപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിച്ചോ, വളരെ അടുക്കും ചിട്ടയോടും കൂടെയാണ് ഈ മുന്തിരി തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. തോട്ടം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ തോട്ടമാണ്. ഹല്ലേലൂയ. ദൈവസഭയാണ്. അത് അടുക്കും ചിട്ടയോടും കൂടെ. ഹല്ലേലൂയ. സ്തോത്രം. പിതാവാണ് അതിൻ്റെ തോട്ടക്കാരൻ. പ്രൈസ് ലോർഡ്. പിതാവായ ദൈവം പറഞ്ഞ അനുസരിച്ച് പുത്രൻ അനുസരിച്ചു. പിതാവായ ദൈവത്തിൻ്റെ ആജ്ഞകൾ, അവൻ്റെ കൽപ്പനകൾ പുത്രൻ അനുസരിച്ചു. പുത്രൻ പറയുന്നത് നമ്മൾ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, അതിൻ്റെ പുത്രൻ്റെ നന്മ, പുത്രൻ്റെ ഫലങ്ങൾ, പുത്രനെ പോലെ ഹല്ലേലൂയ സ്തോത്രം, ഭൂമിയിൽ യേശുവിനെ പോലെ നമുക്ക് ഒരു സുഗന്ധ സൗരഭ്യവാസനയായി അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ, അനേകർക്ക് ബലം പകർന്നു കൊടുക്കുവാൻ, അനേകരെ രസിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. നോക്കണം, ഓരോ തടങ്ങളും ശ്രദ്ധിച്ചു, എത്ര അടുക്കും ചിട്ടയോടും കൂടെയാണ്. ഇതുപോലെ ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് അടുക്കും ചിട്ടയും. ഹല്ലേലൂയ സ്തോത്രം. ഒന്നും മാറി നിൽക്കുന്നില്ല, എല്ലാം ഒരേ നിരയിൽ വളരെ മനോഹരമായിട്ട് സൃഷ്ടിച്ചിരിക്കുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ കർത്താവ് നമ്മളെ വിളിച്ച് അനേക ജാതികളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ഭാഷക്കാരിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഒരേ രൂപമായിട്ട് കർത്താവിനെ പോലെ ഒരേ സാദൃശ്യത്തിൽ വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ്. ഇന്ന് ആരെങ്കിലും നീ ഒറ്റപ്പെട്ടു പോയി എന്ന് ആർക്കെങ്കിലും ഫീലിംഗ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, വലിയൊരു കൂട്ടം നിന്നോടൊപ്പമുണ്ട്.
വലിയൊരു നിരയിലാണ്, കർത്താവിൻ്റെ നിരയിലാണ് നീ പണിയപ്പെട്ടിരിക്കുന്നത്, നിന്നെ വിളിച്ചിരിക്കുന്നത്, നിന്നെ വേർതിരിച്ചിരിക്കുന്നത്, നിനക്ക് പദവി തന്ന് കർത്താവ് വേർതിരിച്ചിരിക്കുന്നത്. നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ആയിത്തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വസിക്കാൻ തുടങ്ങുമ്പോൾ, ആ കുടുംബത്തിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ നിത്യത വരെ എത്തുന്ന ദൈവത്തിൻ്റെ ആ മഹത്തരമായ വാഗ്ദത്തത്തിലേക്ക് നാമം ചേർക്കപ്പെടുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, ക്ഷീണിച്ചു പോകണ്ട. ഒറ്റയ്ക്കാണെന്നുള്ള ഫീലിംഗ് എല്ലാം എടുത്തു കളയുക. ആരും കൂടെ ഇല്ല എന്നുള്ള വിചാരമോ വികാരമോ ഉണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ, നിരാശയുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. കർത്താവ് നിന്നോടൊപ്പമുണ്ട്. എന്നെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് നിന്നോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.